ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. സെവൻ ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ കാർഡ്, ടെൻ ഓഫ് കപ്സ്, ത്രീ ഓഫ് വാൻസ്, Five of Swords, Queen of Cups, Six of Cups, Nine of Cups. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദി വേൾഡ് ആണ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദി വേൾഡ് ആണ്. അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് അവസാനിച്ചിരിക്കുന്നു, പുതിയൊരു ഫേസിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയതായിട്ടുള്ള ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞതായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് അല്ല ഞാനിന്ന് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്, അവരുടെ സിറ്റുവേഷനാണ്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ വളരെയധികം ക്യൂരിയസ് ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ആ വ്യക്തിയുടെ മുന്നിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി ടോട്ടൽ കൺഫ്യൂഷനിലാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒട്ടേറെ ചിന്തകളിലും കൺഫ്യൂഷനിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും ഈ ഒരു വ്യക്തിയുടെ മനസ്സ് സ്ഥിരമല്ല എന്നുള്ളത്. നെക്സ്റ്റ് കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം സൈലൻ്റായി തുടരുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടുണ്ടാവുകയില്ല. പുറമെ ഈ ഒരു വ്യക്തി ശാന്തനാണെന്ന് തോന്നാമെങ്കിലും മനസ്സിൽ വളരെയധികം ഇമോഷണൽ ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു തരത്തിൽ ഈ വ്യക്തി തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും കൂടെ സപ്പോർട്ടിനില്ലാത്ത ഒരവസ്ഥ. ഇമോഷണലി വളരെയധികം ഡൗൺ ആണ് നിങ്ങളുടെ വ്യക്തി. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്.
ഒരു ഇമോഷണൽ സപ്പോർട്ടിന് പോലും ആരും കൂടെയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങളെ എന്നേക്കുമായി നഷ്ടമായോ എന്ന് ഈ ഒരു വ്യക്തി ഭയക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശങ്ക ഈ ഒരു വ്യക്തിക്ക് നിലനിൽക്കുകയാണ്. എത്ര ആലോചിച്ചിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ മനസ്സിലെ സ്വപ്നം എന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണ്. ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിൽ ഈ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇനി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നുള്ളത്. കാരണം നിങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റാരും ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം ഈ ഒരു വ്യക്തി റെസ്പെക്ട് ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ ഒന്നിച്ചുള്ള പഴയ മെമ്മറീസിൽ ഈ ഒരു വ്യക്തി ഇരിക്കുകയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തി പിന്നെയും പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തിരിച്ചു കിട്ടുമോ എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ പോലും വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് സ്റ്റേജിലാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അതായത് ഒരു നല്ല സമയത്തിനായിട്ട് ഈ ഒരു വ്യക്തി കാത്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമാണ്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈഗോയാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒന്നുകിൽ ഈ ഒരു വ്യക്തിക്ക് കുറച്ചധികം ഈഗോ ഉണ്ടായിരിക്കാം. പിന്നെ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഈ വ്യക്തിയായിട്ട് കോംപ്രമൈസിന് വരികയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചെറുതായി പോകുമോ എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആൾക്ക് ഇപ്പോഴും ഒരു പേടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇനി അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന് ഈ ഒരു വ്യക്തി നന്നായിട്ട് ഭയക്കുന്നു. നിലവില് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ മനസ്സിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈഗോയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് നീങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു. എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ നിങ്ങളുടെ റെസ്പോൺസ് എന്താകും എന്നുള്ളത് ഈ ഒരു വ്യക്തി ഭയക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ കഴിയാനാകില്ല എന്നുള്ളതാണ് കാണുന്നത്. അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെയധികം ടയേർഡാണ്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മെമ്മറീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത് ചിന്തിക്കുന്നു. പക്ഷെ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഭയക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിലെ വഴക്കുകളായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, ഈഗോ ക്ലാഷ് ആയിരിക്കാം, എല്ലാം ഈ ഒരു വ്യക്തിയെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാത്തതും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട്. അപ്പം നല്ലൊരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ഫേസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. 48, 1993, പാലക്കാട്, നമ്പർ 17, ഗ്രീൻ കളർ, മൂല നക്ഷത്രം, 46, മകം നക്ഷത്രം, 1988,
letter Y, 39, number 3, number 50, 1979, 2006, തിരുവോണം നക്ഷത്രം, മുംബൈ, ഉത്രട്ടാതി നക്ഷത്രം, letter F, 26, number 15, letter A, yellow color, 22, ഡൽഹി, 35. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്.